പിന്നെ ഇല്ലില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമാണ്. എന്റെ 10th റിസൾട്ടിന്റെ വീഡിയോയിൽ കമന്റിൽ ഒരുപാട് പേര് എനിക്ക് കൺഗ്രാജുലേഷൻസ് പറഞ്ഞായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു ലൈവ് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ലൈവിൽ ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കോമൺ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. SLC എക്സ്പീരിയൻസ് പറയാമോ, SSLC എങ്ങനെയാ പഠിച്ചതെന്ന് പറയാമോ, ഓരോ സബ്ജക്റ്റും എങ്ങനെയാ പഠിച്ചതെന്ന് ചോദിച്ചിട്ട് ഒരുപാട് കമന്റ്സ് ലൈവിലും ഉണ്ടായിരുന്നു. SSLC റിസൾട്ട് ഇട്ട ആ വീഡിയോയിലും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എന്റെ SSLC എക്സ്പീരിയൻസും പിന്നെ ഞങ്ങളെ കുറച്ച് ഓരോരുത്തർ ഇങ്ങനെ ആ ലൈവിൽ കുറച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒക്കെ ഒരു ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ 10th എങ്ങനെയാണ് ഞാൻ പഠിച്ചതെന്ന് പറയാം. അപ്പൊ 10th ഫസ്റ്റ് ടേം ഒക്കെ ഞാൻ ശകലം പഠിക്കുമായിരുന്നു. ഞാൻ ടെക്സ്റ്റ് വായിക്കും, സ്ഥിരം വന്നിരുന്ന് പഠിക്കും, എന്ന് രാത്രി പഠിക്കും അങ്ങനല്ല. സപ്പോസ് ട്യൂഷൻ ക്ലാസ്സില്, സ്കൂളില് ടെസ്റ്റ് പേപ്പേഴ്സോ ക്വസ്റ്റ്യൻ ചോദിപ്പോ ഉണ്ടെങ്കിൽ ഞാൻ പഠിച്ചോണ്ട് പോകും. അല്ലാണ്ട് ഒരു ദിവസം പഠിപ്പിച്ച അന്ന് തന്നെ വീട്ടിൽ വന്നിരുന്ന് പഠിക്കുന്ന ആളല്ലായിരുന്നു ഞാന്. അപ്പം ഫസ്റ്റ് ടേമിലൊക്കെ എനിക്ക് 10 വിഷയത്തിൽ 8 A+ ഉണ്ടായിരുന്നു. പക്ഷെ സെക്കൻഡ് ടേം വന്നപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും കുറച്ചുകൂടെ ഉളപ്പി. ഞാൻ അത്ര പോലും സെക്കൻഡ് ടേമിൽ പഠിക്കുന്നുണ്ടായിരുന്നില്ല. സെക്കൻഡ് ടേമിൽ എനിക്ക് 2 A+ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഒന്നും പഠിക്കാത്ത ഒരാളായിരുന്നു. പിന്നെ തേർഡ് ടേം ആകുമ്പോൾ നമുക്ക് എല്ലാവരുടെ മനസ്സിലും ഒരു ഇത് വരും. SSLC ആണ്, ഫുൾ A+ വേണമെന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു എന്താ മനസ്സിലായില്ല, അത് വരും. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അത് വരും. അപ്പം തേർഡ് ടൈമിൽ പിന്നെ എനിക്ക് നൈറ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. ജനുവരി 1 തൊട്ട് നൈറ്റ് ക്ലാസ്സിന് പോയി. പിന്നെ ട്യൂഷൻ ക്ലാസ്സിൽ ഡെയിലി ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് എത്ര എഴുതിയാലും എനിക്ക് മാർക്ക് കിട്ടാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു സോഷ്യൽ സയൻസ്. ഞാൻ സ്കൂളിലൊക്കെ ട്യൂഷൻ ക്ലാസ് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. എപ്പോഴും എനിക്ക് 75 above ആയിരുന്നു. 80ക്ക് 75 above ആയിരുന്നു എനിക്ക് എപ്പോഴും ട്യൂഷൻ ക്ലാസ്സിന് മാർക്ക്. പക്ഷെ സ്കൂളില് എനിക്ക് SS എത്ര എഴുതിയാലും എനിക്ക് മാർക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് എനിക്ക് എത്രത്തോളം എഴുതണം, സ്കൂളിലെ ബേസ് അല്ലേ മാർക്കിങ്. അപ്പൊ എനിക്ക് എത്രത്തോളം എഴുതണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ എനിക്ക് ആ ഒരു ടെൻഷൻ SSLC ടൈമിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കുഴപ്പമില്ല, എന്നെ കൊണ്ട് പറ്റുന്നതരം ചെയ്യുമെന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും പഠിച്ചു. അപ്പം ഡെയിലി ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു. എന്നും ഒരു സബ്ജക്റ്റിന് 2 ടെസ്റ്റ് വരും. ഒരു സബ്ജക്റ്റിന്റെ 2 ചാപ്റ്റർ, ഒരു ടെസ്റ്റ്, അതുകൊണ്ട് തന്നെ അടുത്ത ടെസ്റ്റ്, അങ്ങനെ 2 ടെസ്റ്റ് വീതം ഇടുമായിരുന്നു. അപ്പൊ അതിനൊക്കെ 20 മാർക്കിനാണ് ഇടുന്നത്. 80 above ഉള്ള എല്ലാവർക്കും സാർ ഒരു വലിയൊരു ഷീറ്റ് ഉണ്ട്, എല്ലാ സബ്ജക്റ്റിന്റെയും എല്ലാ ചാപ്റ്റേഴ്സും എഴുതി. അതിന് 80 above കിട്ടുവാണെങ്കിൽ സൈൻ ചെയ്ത് തരും സാർ. കംപ്ലീറ്റഡ് ആണെന്ന് എഴുതിയിട്ട് സൈൻ ചെയ്ത് തരും. അപ്പൊ അത് കണക്ക് എനിക്ക് ഇങ്ങനെ കുറെ ഇങ്ങനെ 80 above കിട്ടി വന്ന് എനിക്ക് അങ്ങനെ സൈൻ ചെയ്ത് കിട്ടിയപ്പോഴത്തേക്ക് എനിക്കൊരു കോൺഫിഡൻസ്, എന്നെ കൊണ്ട് പഠിച്ചാൽ എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ എന്ന് എനിക്കൊരു തോന്നൽ തോന്നി. അങ്ങനെയാണ് ഫെബ്രുവരിയിൽ മോഡല്. ജനുവരിയിലാണ് ഞാൻ ആദ്യം തൊട്ട് പഠിച്ചൊക്കെ തുടങ്ങുന്നത്. എനിക്ക് ആ സമയത്ത് തേർഡ് ടൈമിൽ എന്തൊക്കെയാ, സെക്കൻഡ് ടൈമിലത്തെ ആ ഒരു സാധനങ്ങളെ മൈൻഡിലുള്ളു. മാത്സ് പോകാറുള്ള എനിക്കായിരുന്നു. ഞാൻ വായിച്ചൊന്നും പഠിക്കത്തില്ലായിരുന്നു. എനിക്ക് 55, 60 അത്രയൊക്കെയായിരുന്നു എന്റെ 80 എന്റെ മാത്സിനൊക്കെ വണ്ടി കിട്ടിയിരുന്ന മാർക്ക്. അപ്പൊ പിന്നെ മോഡലിന്റെ ടൈമില് മോഡലിന് എനിക്ക് 10ൽ 8 A+ ഉണ്ടായിരുന്നു. അപ്പം അപ്പോഴും എനിക്ക് തോന്നി ഇപ്പൊ ഒന്നും കൂടെ പഠിച്ചാൽ എഴുതിയെടുക്കാന്ന് തോന്നി. നല്ലപോലെ അങ്ങ് പഠിച്ച് മോഡലിന്റെ ടൈം ഇവളൊക്കെ എന്തിനു കരയുന്ന. അപ്പൊ മോഡലിന്റെ ടൈം, അപ്പം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ 10th ലാസ്റ്റ് എക്സാമിന് വരുന്നതെന്നുള്ളതാണല്ലോ മോഡൽ. അപ്പൊ മോഡലൊന്നും വലിയ പാടില്ലായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചത്ര മാർക്ക് എനിക്ക് കിട്ടിയില്ലായിരുന്നു. ഒന്നും കുഴപ്പമില്ലാത്ത മോഡലങ്ങ് കഴിഞ്ഞു പോയി. അങ്ങനെ അവസാനം നമ്മുടെ SSLC എത്തി. എനിക്ക് ആദ്യമേ സംസ്കൃതമായിരുന്നു എക്സാം. അപ്പൊ സംസ്കൃതം എനിക്ക് കുഴപ്പമില്ലാത്ത സബ്ജക്റ്റാണ്. പക്ഷെ ഇതിന്റെ കുറച്ച് കുറിപ്പ് വരുന്ന ഭാഗങ്ങളുണ്ട്. അതെനിക്ക് ഇച്ചിരി ടഫായിരുന്നു. എങ്ങനെ എഴുതണം എന്ന് എനിക്ക് വലിയ പിടിയില്ലായിരുന്നു. ഒരുപാട് കുറിപ്പുകളുണ്ട്. അപ്പൊ എല്ലാം കൂടെ സംസ്കൃതം നമുക്ക് അങ്ങനെ കാണാതെ പഠിച്ചാലും മനസ്സിലാക്കി പഠിച്ചാലും മൈൻഡ് നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് നല്ലപോലെ എനിക്ക് അറിയാവുന്നതായിട്ടുള്ള ഒരു കുറിപ്പുണ്ടായിരുന്നു. ആ കുറിപ്പ് കറക്റ്റ് അതുപോലെ SSLCക്ക് ചോദിച്ചു. അതുള്ളതുകൊണ്ട് ആ 4 മാർക്ക് എനിക്ക് കിട്ടി. അല്ലെങ്കിൽ ഞാൻ അതും പോയേനെ. വല്ലതും ചോദിച്ചിരുന്നെങ്കിൽ എന്റെ കയ്യിൽ നിന്നൊക്കെ ഇട്ട് എഴുതി സംസ്കൃതത്തിൽ പോലും ഇല്ലാത്ത വാക്കുകളൊക്കെ ചേർത്ത് എഴുതും.
കുഴപ്പമില്ലാണ്ട് എഴുതിയാണ്. പിന്നെ ബാക്കി സബ്ജക്റ്റ് ഒക്കെ ഒരുവിധം ഭയങ്കര എളുപ്പമായിരുന്നു. മാത്സ് ഒക്കെ ഞാൻ വിചാരിച്ചതിനേക്കാളും ഭയങ്കര എളുപ്പമായിരുന്നു. ഞാൻ SSLCക്ക് മുന്നേ വരെ എനിക്ക് മോഡലിനും വലിയ മാർക്കില്ല, സെക്കൻഡ് ടേമിലും മാർക്കില്ല, ഫസ്റ്റ് ടേമിലും മാർക്കില്ല. അപ്പം വിചാരിച്ച് മാത്സ് ഒക്കെ പോകുമെന്ന് വിചാരിച്ച്. പക്ഷേ ഈ സ്റ്റഡി ലീവും മോഡലിനൊക്കെ പ്രിപ്പയർ ചെയ്ത ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ എഴുതി. സിമ്പിൾ ആയിരുന്നു. നമ്മൾ മോഡലിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് SSLCയുടെ മാത്സ് ആയിരുന്നു എളുപ്പം. പിന്നെ അത് കഴിഞ്ഞ് എനിക്കിങ്ങനെ ടൈം ടേബിൾ കറക്റ്റ് ഓർമ്മയില്ല. ഫിസിക്സ് ആയിരുന്നു കോമൺലി എല്ലാവർക്കും കുറച്ച് പാടെന്ന് പറഞ്ഞാൽ ഫിസിക്സ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഫിസിക്സ് കുഴപ്പമില്ലായിരുന്നു. എല്ലാരും പറഞ്ഞു ഫിസിക്സ് പാടായിരുന്നു. ഞാൻ സ്കൂളിലതും ചോദിച്ചപ്പോഴത്തേക്ക് ഫിസിക്സ് ആണ് പാടെന്ന് പറഞ്ഞു. പിന്നെ യൂട്യൂബിൽ ഇങ്ങനെ MS സൊല്യൂഷൻ, എക്സാമിനർ, സൈലം അങ്ങനെ ചാനൽസ് ഒക്കെ കയറി നോക്കിയപ്പോഴത്തേക്ക് അവിടുത്തെ കുട്ടികളും പറയുന്നത് ഫിസിക്സ് പാടായിരുന്നു. പക്ഷെ എനിക്ക് പാടായിരുന്നെന്ന് ചോദിച്ചാൽ ആ സമയത്ത് അല്ലായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. SSLC ഭയങ്കര എളുപ്പമാണ്. നമ്മളൊരു ആവറേജ് സ്റ്റുഡന്റ് ആണ് ഫസ്റ്റ് ടേം എങ്കിൽ നമ്മൾ ലാസ്റ്റ് ടേം ആകുമ്പോഴത്തേക്ക് നല്ലപോലെ എഴുതും. അപ്പം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. SSLC ഒരുപാട് കുട്ടികൾ പറഞ്ഞായിരുന്നു ചേച്ചി SSLC പേടിയാവുന്നു, സ്റ്റഡി ടിപ്സ് ഇടുമെന്ന്. സ്റ്റഡി ടിപ്സ് നമ്മുടെ നോർമലിൽ ചേച്ചി എന്നാ പറഞ്ഞത്. ഓ പിന്നെ എന്റെ ഇളയ പിള്ളേർക്ക് ഞാൻ ചേച്ചിയല്ലാണ്ട് ഓടി. ഓരോ സബ്ജക്റ്റും എങ്ങനെയാ പഠിച്ചത്, IT ഉൾപ്പെടെ ഞാൻ എങ്ങനെയാ പഠിച്ചതെന്നാണ്. ഒരു ഫെബ്രുവരി ഒക്കെ ടൈം ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ട്യൂഷൻ ക്ലാസ്സിൽ IT സാറ്, IT അല്ല സാർ എടുക്കുന്നത്, എന്നാലും IT മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സാറ് ലാപ്ടോപ്പിൽ ഞങ്ങക്ക് കുറച്ചൊക്കെ ഒന്ന് പറഞ്ഞു തന്നു. അപ്പൊ അത് വെച്ചിട്ടാണ് ഞങ്ങള് മെയിൻ എക്സാമിന് പോയി എഴുതുന്നത്. അപ്പം ഞാൻ വിചാരിച്ചതൊക്കെ നല്ല അനിമേഷൻ ഒക്കെ ഉണ്ട്. എനിക്ക് കിട്ടിയ അനിമേഷൻ ട്രെയിൻ മൂവ് ചെയ്യുന്നത് കണ്ടായിരുന്നു. എന്റെ ട്രെയിൻ ഇങ്ങനെ സൂം ചെയ്ത് വന്നുള്ളൂ, മൂവ് ഒന്നും ആയില്ല. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഒക്കെ നമുക്ക് വിചാരിച്ച കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ സിസ്റ്റത്തിനുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ A+ പോകുന്നുള്ളൂ, അല്ല നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ IT ഒക്കെ. പിന്നെ ലാംഗ്വേജ് വൈസ് ആണെങ്കിൽ ചിലർക്ക് ഇംഗ്ലീഷ് പാടായിരിക്കും, ഹിന്ദി പാടായിരിക്കും, മലയാളം പാടായിരിക്കും. എനിക്ക് എനിക്ക് താല്പര്യം കുറവ് മലയാളമാണ്. എനിക്ക് എഴുതി ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ കുത്തിരുന്ന് എഴുതുന്ന ഇഷ്ടമല്ല. ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എഴുതാൻ. ഹിന്ദി എനിക്ക് ഭയങ്കര സിമ്പിളാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദിയൊക്കെ ജസ്റ്റ് ചാപ്റ്റർ വായിക്കും. പിന്നെ അവിടെ നിന്ന് സ്കൂളിൽ നിന്നും ട്യൂഷൻ ക്ലാസ്സിൽ നിന്നൊക്കെ നോട്ട്സ് തരും. അപ്പം ആ നോട്ട്സ് വായിക്കും. പിന്നെ നമുക്ക് ഈ ഡിസ്കോഴ്സസിന്റെ ഒക്കെ എന്താ പറയാ ഫോർമാറ്റ് അറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെ ഫോർമാറ്റ് പറഞ്ഞാൽ നമുക്ക് കഥ എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുമല്ല. അപ്പം ലാംഗ്വേജസിനെ കുറിച്ചും എനിക്ക് അത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ സയൻസ് ആണ്, സോഷ്യൽ സയൻസ് ഫസ്റ്റ് വരാം. സോഷ്യൽ സയൻസ് ഇഷ്ടമുള്ളവരാണ്, ഇഷ്ടമല്ലാത്തവരാണ്. എനിക്ക് ജോഗ്രഫി ഇഷ്ടമല്ല, ഹിസ്റ്ററി ഇഷ്ടമാണ്. ഒരുപാട് എസ്സേ ഇഷ്ടമാണ്, എഴുതാനും പഠിക്കാനും ഇഷ്ടമാണ്. അപ്പം ഹിസ്റ്ററിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ജോഗ്രഫി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ജോഗ്രഫി എനിക്ക് പഠിക്കാൻ പോലും ഭയങ്കര മടിയായിരുന്നു. പക്ഷെ നമുക്ക് ആ ഒരു സമയത്തേക്ക് നമുക്ക് എന്തായാലും വേണം, അപ്പൊ നമ്മൾ പഠിച്ചു കൊടുത്തേ പറ്റും. അങ്ങനെ ഞാൻ ജോഗ്രഫിയും ഹിസ്റ്ററിയും കുഴപ്പമില്ലാതെ പഠിച്ചു. രണ്ടിന്നും ഈക്വൽ ആയിട്ടാണല്ലോ മാർക്ക് വരുന്നത്. ഹിസ്റ്ററിന്ന് 40, ജോഗ്രഫി 40, അപ്പൊ ടോട്ടൽ 80. അപ്പൊ എനിക്ക് സ്കൂളിലൊക്കെ ഒരു 50-60 ഒക്കെ എനിക്ക് 80 കിട്ടിയിട്ടുള്ളൂ. എനിക്ക് ഇതുവരെ എനിക്ക് A+ ഹിസ്റ്ററിക്കും സോഷ്യൽ സയൻസിന് കിട്ടിയിട്ടില്ല. 9ാം ക്ലാസ്സിലും അതൊക്കെ തന്നെ, 10ലും അതൊക്കെ തന്നെ. എനിക്ക് A+ കിട്ടിയിട്ടില്ല. എനിക്ക് ഇതുവരെ A+ കിട്ടിയിട്ടുള്ളത് 2 സബ്ജക്റ്റാണ്, SS-ഉം മാത്സും. ബാക്കിയൊക്കെ കുഴപ്പമില്ലായിരുന്നു. അപ്പം മാത്സ് ഞാൻ പേടിച്ചെനക്കൊന്നും അല്ലായിരുന്നു, ഞാൻ പറഞ്ഞു. അപ്പൊ SS-ഉം വലിയ കുഴപ്പമില്ലാണ്ട് എഴുതിയായിരുന്നു. എനിക്ക് കൂടുതലും എഴുതാൻ ഇഷ്ടം 6 മാർക്കിന്റെ അത് തോനെ എഴുതണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എഴുതാൻ. അപ്പൊ SS-ഉം നല്ലപോലെ ടെക്സ്റ്റ് വായിക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് കാണാം, ലൈവ് ക്ലാസ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ് ഉണ്ട്. അപ്പൊ അതൊക്കെ കാണാം. ഞാൻ അതൊക്കെ കാണുമായിരുന്നു. ട്യൂഷൻ ക്ലാസ്സിലും സ്കൂളിലും ഈ റെക്കോർഡ് ക്ലാസ്സും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. പിന്നെ നമുക്ക് പഠിക്കണം എന്നുള്ളൊരു ഇതും മനസ്സിൽ വേണം. പിന്നെന്താ, ഫിസിക്സും മനസ്സ് വെച്ചാൽ പഠിച്ചെടുക്കാവുന്നുള്ളൂ. പിന്നെയാണ് ബാക്കി സയൻസുകൾ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്. എന്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആണ് ബയോളജി. ബയോളജി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്തിരി കൂടെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ബയോളജിയാണ്. ഞാൻ +1 ബയോളജി തന്നെയാണ് എടുക്കുന്നത്. ബയോളജി വെച്ചാൽ ഒരുപാട് ഒന്നും തോനെ പഠിക്കണ്ട. നമുക്ക് വരുവാണെങ്കിൽ 1 മാർക്കിന് 2 മാർക്കിനൊക്കെ വരത്തുള്ളൂ.
ഒരു സെക്ഷനിൽ 3 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 3 ക്വസ്റ്റ്യനും 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ ലോങ് ആൻസേഴ്സ് പഠിക്കണ്ടല്ലോ. ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ച് നമുക്ക് പോയിരുന്ന് എഴുതാവുന്നതേ ഉള്ളൂ. പിന്നെ കെമിസ്ട്രി ആണെങ്കിൽ കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ പഠിച്ചു വെക്കണം. അത്രയൊക്കെ ഉള്ളൂ. കെമിസ്ട്രി ഇതൊക്കെ തന്നെ ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചിട്ട് എല്ലാം എങ്ങനെയാണ് എക്സ്പെരിമെന്റ്സ് വരുന്നതെന്ന് വായിക്കുക. പിന്നെ കുറെ ടേംസ് ചോദിക്കും. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. കെമിസ്ട്രി പൊതുവെ പാടെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ +1 കെമിസ്ട്രി ഭയങ്കര പാടാന്നാണ് എല്ലാരും പറയുന്നത്. ഫിസിക്സും എനിക്ക് 9ാം ക്ലാസ് വരെ 9ാം ക്ലാസ് തൊട്ട് 10 സെക്കൻഡ് ടേം വരെ എനിക്ക് ഫിസിക്സ് ഇഷ്ടമല്ലായിരുന്നു. ഫിസിക്സ് എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത സബ്ജക്റ്റാണ് ഫിസിക്സ്. പക്ഷെ ട്യൂഷൻ ക്ലാസ്സിലെ സാർ എന്നെ പഠിപ്പിച്ച് എന്നെ ഫിസിക്സിന്റെ ഫാനാക്കി. ഭയങ്കര ഇഷ്ടമാണ് ഫിസിക്സ് പഠിക്കാൻ. ഫിസിക്സ് ഇതൊക്കെ നമുക്ക് ഒരുപാട് നേരം ഒന്നും ഒരു കാര്യം പഠിക്കാനൊന്നും ഇല്ല. ഒരു ടോപ്പിക്കിനെ നമുക്ക് ജസ്റ്റ് നല്ലപോലെ വായിച്ചു വെച്ചാൽ നമുക്ക് എല്ലാം എഴുതാവുന്നതേ ഉള്ളൂ. അപ്പം തലകുത്തി നിന്ന് പഠിക്കാനൊന്നും ഫിസിക്സിനും ഇല്ല. അപ്പം ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം എഴുതി എടുക്കാവുന്നതേ ഉള്ളൂ. ഒരു പേടിയും വേണ്ട. നമുക്ക് എല്ലാം നല്ല വൃത്തിയായിട്ട് എഴുതി എടുക്കാവുന്ന സബ്ജക്റ്റ് ആണ് നമ്മളെ 10ലെല്ലാം വരുന്നത്. അപ്പം ലാംഗ്വേജസ് ആണെങ്കിൽ നമ്മൾ ഗ്രാമർ അറിഞ്ഞിരിക്കണം, ഡിസ്കോഴ്സിന്റെ ഫോം അറിഞ്ഞിരിക്കണം, പിന്നെ നമുക്ക് ഒരുവിധം കഥ അറിഞ്ഞിരിക്കണം. അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമുക്ക് എല്ലാം പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാനായിരുന്നെങ്കിൽ എന്റെ സ്റ്റഡി റൊട്ടീനൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും എനിക്കില്ലായിരുന്നു. രാവിലെ എന്നുവെച്ച് പഠിക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ലായിരുന്നു. എനിക്ക് ട്യൂഷൻ ക്ലാസ് 7:30-ക്കാണ്. ഞാൻ 6:45 എണീക്കുന്നു, പെട്ടെന്ന് ഒരുങ്ങി അങ്ങ് പോകുന്നു, അമ്മ ഫുഡ് വരുത്തരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ ജനുവരി വരെയൊക്കെ ഉള്ള എന്റെ രാവിലത്തെ റൊട്ടീൻ. പിന്നെ 5:30-ക്ക് എണീച്ച് പഠിച്ചു തുടങ്ങി. അമ്മ അച്ഛനും കൂടെ ഇരുന്ന് പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ. പിന്നെ ആദ്യമൊക്കെ രാവിലെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ല, അമ്മക്ക് വേണ്ടി തന്നെയല്ലേ, അപ്പൊ നമ്മള് ചെയ്യണ്ടേ. അങ്ങനെ ഒരു മനസ്സിൽ ഞാൻ ഇന്ന് പഠിച്ചു തുടങ്ങി. പിന്നെ എന്റെ മെയിൻ ആണ് പഠിക്കാൻ പറഞ്ഞു വിടുമ്പോഴത്തേക്ക് ഞാൻ ഇരുന്ന് എഴുതും. എനിക്ക് എവിടെ നിന്നില്ലാത്ത എഴുതാൻ വരത്തില്ല ആ സമയത്ത് വരുന്നത്. എന്ത് ഇരുന്ന് ഞാനങ്ങ് എഴുതും. അപ്പോഴത്തേക്ക് എനിക്ക് വായിക്കത്തില്ലായിരുന്നു, ഇങ്ങനെ എഴുത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ അമ്മ അച്ഛൻ എന്നും വഴക്ക് പറയും, നിനക്ക് എന്തോ ഇത്ര എഴുതാൻ കിടക്കും, നിനക്ക് പോയിരുന്ന് പഠിച്ചൂടെ, വായിച്ചൂടെ. എനിക്ക് ഭയങ്കര എഴുതായിരുന്നു, ഭയങ്കര എഴുത്ത്. എന്തോ പഠിക്കാനായിട്ട് കയറും ഉടനെ ഒരു ബുക്ക് എടുത്തോണ്ട് പോയിരുന്ന് ഭയങ്കര എഴുത്താണ്. ഞാൻ വായിക്കത്തേ ഇല്ലായിരുന്നു. അപ്പൊ അമ്മ ഇങ്ങനെ പേരന്റ്സ് മീറ്റിങ്ങിനൊക്കെ സ്കൂളിൽ വരുമ്പോഴത്തേക്ക് ടീച്ചറിന്റെ അടുത്തൊക്കെ പറയും, ഇവള് വായിക്കത്തില്ല, വായന കുറവാണ്. അപ്പൊ അമ്മ ഇങ്ങനെ പറയും. ഞാൻ പറഞ്ഞ രാവിലെ അമ്മ ജസ്റ്റ് എന്നുവെച്ചാൽ രാവിലെ ഫുഡ് കഴിക്കുന്ന പോലും കുറച്ച് കഴിക്കത്തുള്ളൂ. ഒരപ്പം ഒരു ദോശ അങ്ങനെയൊക്കെ കഴിക്കത്തുള്ളായിരുന്നു. ഞാൻ ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് 9:30 സ്കൂളിൽ പോകും. അപ്പൊ ആ ടൈമിൽ ഇവള് സ്കൂളിൽ വരും. അപ്പൊ എനിക്ക് ഇവള് ബ്രേക്ക്ഫാസ്റ്റ് തരും. അങ്ങനെ ആ സമയത്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നല്ലപോലെ കഴിച്ച് പിന്നെ സ്കൂളിൽ എന്നെ LKG തൊട്ട് 7ാം ക്ലാസ് വരെ പഠിപ്പിച്ചത് എന്റെ അച്ചാമ്മയായിരുന്നു. അച്ചാമ്മ പറയായിരുന്നു ഹൈസ്കൂൾ ആകുമ്പോഴത്തേക്ക് ഇവളെ ട്യൂഷന് വിടണം എന്ന് അച്ചാമ്മ എപ്പോഴും പറയുമായിരുന്നു. അച്ചാമ്മ അടിപൊളിയായിട്ട് എന്നെ പഠിപ്പിക്കും. എന്നെ ഗ്രാമറൊക്കെ എനിക്ക് ഇത്ര അറിയാനുള്ള കാരണം അച്ചാമ്മയായിരുന്നു. അച്ചാമ്മ ഇപ്പം മരിച്ചു പോയിട്ട് 2-3 വർഷമായി. ഞാൻ 7th പഠിക്കുമ്പോഴാണ് അച്ചാമ്മ മരിക്കുന്നത്. എന്നെ നല്ലപോലെ പഠിപ്പിച്ച അച്ചാമ്മയായിരുന്നു. കുറെ സ്കോളർഷിപ്പ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അച്ചാമ്മ പഠിപ്പിച്ച് അടുത്തതാണ് എന്നെ ഇതൊക്കെ. എല്ലാ സബ്ജക്റ്റിനെയും ഒരു ബേസ് ഉണ്ടാക്കി തന്ന അച്ചാമ്മയാണ്. അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് എല്ലാ സബ്ജക്റ്റും എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും, കുഴപ്പമില്ലാണ്ട് പോവുകയാണ്. പിന്നെ ഇത്രയൊക്കെയാണ് എന്റെ പഠിത്തമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് താഴെ കമന്റ് ചെയ്യുക. അപ്പം ഇനി ഞങ്ങള് പഠിത്തത്തിൽ നിന്നും മാറി നിൽക്കുകയാണ്. ഇന്ന് കഴിഞ്ഞ വർഷം ലൈവ് പോയ കാര്യം പറഞ്ഞായിരുന്നില്ലേ. അപ്പൊ ആ ലൈവിൽ ഞങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. പഠിത്തം അല്ലാണ്ട് എന്റെ ഫേവറേറ്റ് സബ്ജക്ട് ഏതാ, ഫേവറേറ്റ് കളർ ഏതാ, ഫേവറേറ്റ് ഞങ്ങളുടെ ഹോബി എന്തുവാ, ഹോം ടൂർ ചെയ്യോ, ഇവളുടെ ഡ്രോയിങ്സിന്റെ ഒരു വീഡിയോ ചെയ്യാമോ, ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ചെയ്യാം. ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എങ്ങനെ ചെയ്യണം എന്ന് അറിയില്ല. ഞങ്ങളിങ്ങനെ വല്ലാത്ത ഒരുക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ പോസ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഹോം ടൂറും ഉള്ള ഡ്രോയിങ് വീഡിയോ ഒക്കെ ഞങ്ങൾ ചെയ്യും. ഞങ്ങൾക്ക് ആ ലൈവിൽ ഒരുപാട് പേര് പറഞ്ഞിട്ട് 10 തവണ പറയാമോ, ഫോർ എക്സാമ്പിൾ എന്റെ പേര് ഗഗനയാണ്, ഗഗന എന്ന് 10 തവണ പറയാമോ, അങ്ങനെ ഇവരുടെ അടുത്ത് 10 തവണ ചാടാൻ പറഞ്ഞ്. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ ലൈവ് പോകാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം എല്ലാ ആഴ്ചയും പോണം എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. ഞങ്ങൾ ഉറക്കം എണീച്ച് പെട്ടെന്ന് നല്ല റെഡി ആയിട്ട് വന്ന് ലൈവൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് 11 മണിയായി കഴിഞ്ഞ്.
ഇപ്പോഴാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, ഇത്ര സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു ലൈവില്. പിന്നെ +2 പഠിക്കുന്ന അവരൊക്കെ വന്നിട്ട് അവരുടെ 10th എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്ത് അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്റെ SSLC വീഡിയോയിലെ കമന്റ്സ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. പിന്നെ വെച്ചാ ഞാൻ റിയൽ ആണ് എന്നൊക്കെ കുറെ പേര് ഇങ്ങനെ ഒന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷം. നമ്മള് ആദ്യം ലൈവ് ഇട്ടപ്പോഴത്തേക്കും വിചാരിച്ച് ആരും കാണത്തില്ല എന്ന് വിചാരിച്ചു. ഫസ്റ്റ് ലൈവ് അല്ലേ, അപ്പൊ ആരും ശ്രദ്ധിക്കത്തില്ല എന്ന് വിചാരിച്ചു. ബട്ട് എല്ലാരും വന്നു, ലൈവ് ഒക്കെ കണ്ടു, ഒരുപാട് എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിന്. അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ എന്തോ വാങ്ങിച്ചു തന്നെന്ന്. ഞാൻ അച്ഛനടുത്ത് പറഞ്ഞു, അച്ഛൻ എനിക്കൊന്നും വേണ്ട, അവരുടെ ഗിഫ്റ്റ് ആഗ്രഹിച്ചിട്ടല്ലല്ലോ നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ അതുപോലെ അച്ഛനാണ് ഞങ്ങൾക്ക് എന്ത് കാര്യം പറഞ്ഞാൽ അച്ഛനാണ് മേടിച്ചിരുന്നത്. പിന്നെ ഇതിനൊരു പ്രത്യേക ഇതൊന്നും ഞാൻ കൊടുത്തില്ല. ഞങ്ങളുടെ കടയിൽ കൊണ്ടുപോയി ഞാനൊരു ഐസ്ക്രീം സൺഡേയും ഇവളൊരു റെഡ് വെൽവെറ്റ് ഷേക്കും കുടിച്ച് ഞങ്ങൾ പറഞ്ഞ അത്രയും മതി, ഞങ്ങൾക്ക് വലുതായിട്ടൊന്നും വേണ്ട, ഗിഫ്റ്റ് ഒന്നും വേണ്ട എന്ന് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഞങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അവരല്ലേ, എന്തെങ്കിലുമൊക്കെ അടിച്ച് തരുമായിരിക്കും. +1 അലോട്ട്മെന്റ് 16 ഞാൻ ചെയ്ത്. ഞാൻ 5 സ്കൂളാണ് കൊടുത്തത്. ഇവിടെ അടുത്തുള്ള 5 സ്കൂളാണ് കൊടുത്തത്. നെടുങ്ങോലം സ്കൂൾ കൊടുത്ത്, പിന്നെ ചാത്തന്നൂർ NSS കൊടുത്ത്, പിന്നെ അടുത്തത് GHS ചാത്തന്നൂർ കൊടുത്തു, പിന്നെ അടുത്തത് തെക്കുംഭാഗം കൊടുത്ത്, പിന്നെ ഭൂതക്കുളം കൊടുത്ത്, ചെമ്പകശ്ശേരി അത് കൊടുത്തെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല, അച്ഛനാണ് കൊടുത്തത്. എന്നാലും എനിക്ക് കൂടുതൽ താല്പര്യം നെടുങ്ങോലവും അല്ലെങ്കിൽ NSS കിട്ടാനാണ്. ഞാൻ +1 ബയോളജി സയൻസ് ആണ് എടുക്കുന്നത്. ഇപ്പോഴും ഞങ്ങൾ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പോയി തുടങ്ങി. അപ്പൊ ഇപ്പോഴൊന്നും ബയോളജി സയൻസ് വലിയ കുഴപ്പമില്ല, നമ്മൾ മുന്നേ പഠിച്ചത് തന്നെയാണ് ഇപ്പം ഫസ്റ്റ് ചാപ്റ്റേഴ്സിലൊക്കെ വരുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഇതുവരെ കുഴപ്പമില്ല. അപ്പം ബുക്ക് ഇത്രേ ഉണ്ട്, ഒരു ബുക്കിൽ പേജ് ഇത്രയുണ്ട്. അപ്പൊ അതിന്റെ 2 വോളിയായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് സാധാരണ ഇച്ചിപ്പോലുള്ള ഒരു ബുക്ക് അല്ലായിരുന്നു, 2 പാർട്ട് ഉണ്ടെങ്കിലും ശകലം ഒരു കുഞ്ഞു ബുക്കായിരുന്നു. ഇത് ഇത്രയും ഉണ്ട്, അപ്പൊ ഇത്രയും ഇത് നമ്മൾ പഠിക്കണം. അങ്ങനെ കേട്ടപ്പോഴത്തേക്ക് ചെറിയൊരു ടെൻഷൻ. എന്നാലും ബയോളജി സയൻസ് എടുക്കത്തുള്ളൂ. എനിക്ക് ബയോളജി, മെഡിസിൻ ആ ഒരു ഫീൽഡാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ നമ്മള് ഇനിയുള്ള ചേച്ചിക്ക് എനിക്കും അച്ഛൻ പോയി ബാഗും കൊടയും ഒക്കെ വാങ്ങിച്ച്, പിന്നെ ബുക്കൊക്കെ വാങ്ങിച്ച്. പിന്നെ നിന്റെ 5ാം ക്ലാസ്സിൽ പുതിയ സ്കൂളിൽ പോയാനുള്ള എക്സ്പീരിയൻസ്? അങ്ങനൊന്നുമില്ല, ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എന്റെ ഫ്രണ്ട്സ് ഒന്നും അല്ലല്ലോ, പഴയ ഫ്രണ്ട്സ് വരെ എനിക്ക് ഉണ്ടായിരുന്നു. മിക്സ്ഡ് സ്കൂളിൽ നിന്ന് പെട്ടെന്ന് ഗേൾസ് സ്കൂളിലോട്ട് മാറുന്നതിന്റെ ഒരു ഇത് പറ. അതൊന്നും അല്ലാണ്ട് നീ പറ, ഒന്നും ചോദിക്കല്ലേ, നീ ഇങ്ങനെയാന്ന് പറഞ്ഞപ്പോ നീ എന്റെ അടുത്ത് ഒന്നും ചോദിക്കല്ലേ, പിന്നെ നീ തന്നെ ഇവിടെ വന്നിരിക്കുന്ന കാര്യം പറ. പിന്നെ എല്ലാരും പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സ് ഒക്കെ ആയി, നല്ല ഫ്രണ്ട്സ് ഒക്കെ ആയിരുന്നു. ചെറുതെ അടികുട്ടി കൂടും. അടുത്തത് എന്നാണ് ലൈവ് പോകുന്നത് ഞങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പറയാം. അപ്പൊ എല്ലാരും വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നമുക്ക് ലൈവിൽ ഇരിക്കാം. ഒരുപാട് കാര്യങ്ങൾ പറയാം. ഞങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ലൈവിൽ ചോദിക്കാം, പറയാം. നമ്മൾ അന്ന് കൊണ്ട് പാട്ടൊന്നും പാടില്ലായിരുന്നു, അപ്പൊ നമ്മൾ അടുത്ത ലൈവിൽ പാടാം. പാട്ടൊന്നും പാടാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് പാട്ട് പാടാൻ അറിയത്തില്ല. എനിക്ക് എന്റെ സൗണ്ട് വെച്ച് പാട്ട് പാടുന്നത് ഇഷ്ടവുമല്ല. അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ തീരുവാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പൊ ഞങ്ങൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവര് ബൈ.